അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഒരു പടം തന്നെയാണ്. ഈ മഴക്കാലത്തും ആരും അടിച്ച് നിൽക്കാതെ ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ സ്ക്രിപ്റ്റൊക്കെ അടിപൊളി സ്ക്രിപ്റ്റ്, അതേപോലെ ഡയറക്ഷൻ, പിന്നെ അഭിനയിച്ചേക്കുന്ന ആളുകളെയൊക്കെ അറിയാമല്ലോ, അവരെല്ലാവരും തകർത്തലുണ്ട്. നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇത് തോന്നുന്നു ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ ഇത് നമ്മുടെ കുട്ടിക്കാരല്ലേ അടിപൊളിയായിട്ടുണ്ടല്ലോ രണ്ടുപേരും. ഫസ്റ്റ് ഷോ കണ്ടിട്ട് എന്ത് തോന്നി? ഫസ്റ്റ് ഡേ അതെ. അഭിനയിച്ചപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ? നസ്രീൻ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോ അഭിനയിക്കുമ്പോ? കണ്ടിട്ടില്ലേ? ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ട്. ആ പടം എടാ മോളിവുഡ് കണ്ടിറങ്ങിയുള്ളൂ. നസ്രീൻ്റെ തകർപ്പൻ പെർഫോമൻസ് ഒന്നും പറയാനില്ല. പ്രേമലൊക്കെ കഴിഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകാതെ ഒരു ഡയറക്ടറുടെ കോമ്പോയിൽ ഇറങ്ങി വന്നൊരു സംഭവമാണ്. മോളിവുഡ് ടൈംസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കും ഇത് പണ്ടുള്ള ഒരുപാട് തിരക്കഥാകൃത്ത് സംവിധായകർ ഒരുപാട് ഡയറക്ഷൻ ചെയ്യാൻ വെച്ച സാധനങ്ങളൊക്കെ വേറെ ആളെടുത്തിട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതൊക്കെ വളരെ കോർത്തിണക്കിയിട്ടാണ്. നല്ല രസകരമായ സംഭവമാണ്. പിന്നെ മറ്റേ ആ പയ്യനും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു അതും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ സർഫൂഖ് ഖാൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. സർഫൂഖ് ഖാൻ്റെ എൻ്റെ കൂടെ കട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പടം മസ്റ്റ് വാച്ചാൻ മതിയാണ്. എന്നുവെച്ചാൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടായിരിക്കും. സിനിമേൻ്റെ ഒരു കോംബോ വരുന്നൊരു സംഭവമുണ്ട്. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതായിരിക്കും ഇതാണ്. പക്ഷേ ഈ സിനിമേൻ്റെ വർക്ക് ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ തിരക്കഥാകൃത്ത്, അത് ഡയറക്ഷൻ, അതിൻ്റെ ക്യാമറ, അങ്ങനെ VFX അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഇതാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് ഒരു സിനിമ. അപ്പോൾ അതൊക്കെ അടിച്ചു മാറ്റി പോകുക എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു ഇതുണ്ടാവും. പഴം സത്യം പറഞ്ഞാൽ ആ ഡയറക്ഷൻ അവൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതിങ്ങനെ ഒരു കോംബോ ആക്കിയിട്ട് നേരത്തെ കോർത്തിണക്കിയിട്ട് ആ ഡയറക്ഷൻ അങ്ങനെ ചെയ്ത് തന്നെ വലിയൊരു ഇതാണ്. അത് നെസ്ലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്ന പടം തന്നെയാണ്, മസ്റ്റ് വാച്ചാണ്. ആരും മിസ് ചെയ്ത് ഒരുപാട് ഡയറക്ടർമാരുടെ കഷ്ടപ്പാട് ശരിക്കും കാണിക്കുന്നത്. സിനിമാക്കാർ എന്താണെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ പടം നന്നായിട്ട് ഇരുന്ന് കാണണം. അതിൽ അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരുപാട് പേര് രക്ഷപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. നെസ്ലിൻ്റെ ആ സാധനമല്ലേ അവ അത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അത് ഫ്ലോപ്പാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് നല്ല കളർഫുള്ളായിരുന്നു പടം, ഒരു രക്ഷയില്ല. മോളിവുഡ് ടൈംസ് കണ്ടു. നല്ല രസകരമായിട്ടുള്ള സിനിമയാണ്. ഇത് കഥ കുറച്ച് സീരിയസ് ആണെങ്കിലും അത് പറയുന്ന രീതി തമാശയോടെയാണെങ്കിലും ഒരു നടൻ്റെയോ സംവിധായകൻ്റെയോ വളർച്ച ഒരിക്കലും ഒതുക്കാൻ പറ്റുന്നതല്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പേര് നാളെ അറിയുന്നത് മാത്രമല്ല അത് സംസാരിക്കണം. ഒരു മെസ്സേജ് എന്തെങ്കിലും മോളിവുഡ് ടൈംസിന്. കാരണം ഒരാളെ ഒതുക്കാൻ ശ്രമിക്കാം, പക്ഷേ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേര് റൈറ്റേഴ്സിനെ ഡയറക്ടേഴ്സുമാരെ വർക്കുകൾ തിയേറ്ററിൽ ഓടാൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ ഈ ഒരു പടത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പടം എത്ര ഓടുമെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ഒരു അടുത്തൊരു ധൈര്യം സമ്മതിക്കണം. കാരണം നല്ലൊരു കണ്ടന്റാണ്, ടോപ്പിക്കാണ്. പിന്നെ നെസ്ലിനാണെങ്കിലും നമ്മുടെ സർഫിക്കാണെങ്കിലും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സിനിമക്കാരും ഒരേപോലെ അല്ല. പല ഫീൽഡിലും പല രീതിയിലും പല പേര് നമുക്കറിയില്ല, എന്തായാലും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പടം എല്ലാവർക്കും മെസ്സേജാണ്. കാരണം മാറ്റി ചിന്തിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. കാരണം ഇന്നൊരു ഒരു ഡയറക്ടറിന് ഏജ് ലിമിറ്റ് ഇല്ല. കാരണം 25 വയസ്സുള്ള ഒരാൾക്കോ 30 വയസ്സുള്ള ആൾക്കോ ഡയറക്റ്റ് ചെയ്യാം, 70 വയസ്സുള്ള ആൾക്കോ. പക്ഷേ ഇതിനൊരു തല ഉണ്ടായാൽ മാത്രം മതി. നല്ലൊരു മെസ്സേജുള്ളൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഒരു സ്റ്റാർ വാല്യുള്ള നായകൻ മാത്രമല്ല, ഒരു സാധാരണക്കാരൻ അഭിനയിച്ചാൽ പോലും ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും നടക്കുന്ന സന്തോഷ് വർക്കി അഭിനയിച്ചാൽ പോലും നല്ല കഥയാണെങ്കിൽ വിജയിക്കും. അതാണ് ഒരാളെ ഒതുക്കരുത്. പടം എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടിട്ട്? മൊത്തത്തിൽ നോക്കിയാൽ സിനിമാ ഫീൽഡിൽ നടക്കുന്ന സിനിമാ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫിലിം മേക്കേഴ്സ് കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് അവർക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ലാഗലുണ്ട്. കാരണം ഓർക്കം ചെയ്യുന്ന ക്ലൈമാക്സ് ആയിട്ട് വന്നു. നസ്ലിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. ശ്രീധരൻ സംഗീത മൊത്തത്തിൽ വട്ടയും വാച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് ലാഗ് പോകുന്നു. ക്ലൈമാക്സ് ആയിട്ട് വന്നു. മുന്നോട്ട് കമ്പയർ ചെയ്യുന്നത് സിനിമയ്ക്കുള്ള സിനിമയാണ്. അതിനകത്താനായിട്ടും ആ ലെവലും പറ്റില്ല. നല്ല കണ്ടിരിക്കും.